ഹായ് എവരി വൺ, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ് പറയുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് KTU സിലബസിലെ മോഡ്യൂൾ 1 ഡേറ്റ വെയർ ഹൗസിംഗ് ചലഞ്ചസ് ആണ്. അപ്പോൾ എന്താണ് ഡേറ്റ വെയർ ഹൗസിംഗ് ചലഞ്ചസ് എന്ന് നോക്കാം. ആദ്യത്തെയാണ് ഫസ്റ്റ് വൺ, ഡേറ്റ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഡേറ്റ ക്വാളിറ്റിയിലെ ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, വെൻ എ ഡേറ്റ വെയർ ഹൗസ് ട്രൈസ് ടു കമ്പൈൻ ഇൻകൺസിസ്റ്റൻറ്റ് ഡേറ്റ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്, ഇറ്റ് എൻകൗണ്ടേഴ്സ് എറേഴ്സ്. Inconsistent data, duplicates, logic conflicts, and missing data all result in data quality challenges. Poor data quality results in faulty reporting and analytics necessary for optimal decision making. എന്ന് വെച്ചാൽ പലയിടത്തുള്ള ഡേറ്റ വെയർ ഹൗസിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എറർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ, മിസ്സിംഗ് ഡേറ്റയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പൂവർ ഡേറ്റ ക്വാളിറ്റി ആണെങ്കിൽ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്നതിലും എന്താണ് ഫോൾട്ട് ഉണ്ടാകും. അത് നമ്മുടെ ഫ്യൂച്ചർ ബിസിനസ് അനാലിസിസിനൊക്കെ അത് ഡിഫിക്കൽട്ടായിട്ട് വരും, അത് തെറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അസറ്റാണ് ഡേറ്റ എന്നുള്ളത്. അപ്പോൾ ആ ഡേറ്റ ക്വാളിറ്റി അഷ്വറൻസ് ആയിരിക്കണം. അതാണ് ഡേറ്റ വെയർ ഹൗസിൻ്റെ ആദ്യത്തെ ചലഞ്ച് എന്താണ്? ഡേറ്റ ക്വാളിറ്റി. ഇനി രണ്ടാമത്തെയാണ് അണ്ടർസ്റ്റാൻഡിങ് അനലിറ്റിക്സ്. എന്താണ് അണ്ടർസ്റ്റാൻഡിങ് അനലിറ്റിക്സിൻ്റെ അത് പറയുന്നത്? ഡേറ്റ വെയർ ഹൗസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അനലിറ്റിക്സ്, റിപ്പോർട്ടിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബിസിനസ് യൂസറിന് ഏത് അനലിറ്റിക്സ് ആണ് അത് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊരു ചലഞ്ചാണ്. ബിസിനസ് യൂസർ അനലിറ്റിക്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു ഡേറ്റ വെയർ ഹൗസിൻ്റെ ചലഞ്ചാണ്. അപ്പോൾ രണ്ടാമത്തെയാണ് എന്താ? അണ്ടർസ്റ്റാൻഡിങ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. The powerful analytic tools and reports available through integrated data will provide credit union leaders with the ability to make precise decisions that impact the future success of their organizations. ഇനി മൂന്നാമത്തെയാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. The end user of a data warehouse is using big data reporting and analytics to make the best decisions possible. Consequently, the data must be 100% accurate, or a credit union leader could make ill-advised decisions. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. 100% ആക്യുറേറ്റ് ഡേറ്റ അല്ലെങ്കിൽ അനാലിസിസിൽ എറർ വരും. അത് നമ്മുടെ ഫ്യൂച്ചർ സക്സസ് ഓഫ് ബിസിനസ്സിനെ ബാധിക്കും. ഇപ്പം ക്വാളിറ്റി അഷ്വറൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ധാരാളം റിസോഴ്സസ് ആവശ്യമാണ്. ഇതെല്ലാം ഡേറ്റ വെയർ ഹൗസ് മീറ്റ് ചെയ്യുന്ന ചലഞ്ചാണ്. ഇപ്പം മൂന്നാമത്തെ ചലഞ്ചാണ് ക്വാളിറ്റി അഷ്വറൻസ്. ഇനി നാലാമത്തെയാണ് ഡേറ്റ സ്ട്രക്ചറിങ് ആൻഡ് സിസ്റ്റം ഒപ്റ്റിമൈസേഷൻ. As you add more and more information to your warehouse, structuring data becomes increasingly difficult and it can slow down the process. എന്ന് പറഞ്ഞാൽ ഡേറ്റ വെയർ ഹൗസിൽ ഡേറ്റ ഇൻഫർമേഷൻ ആഡ് ചെയ്യുമ്പോൾ സ്ട്രക്ചറിങ് ഓഫ് ഡേറ്റ ഡിഫിക്കൽട്ടാവും. അതുപോലെ തന്നെ അത് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഡേറ്റ വെയർ ഹൗസ് അഭിമുഖീകരിക്കുന്ന അടുത്ത ചലഞ്ച്, ഡേറ്റ സ്ട്രക്ചറിങ് ആൻഡ് സിസ്റ്റം ഒപ്റ്റിമൈസേഷൻ. അടുത്ത ചലഞ്ചാണ് ചൂസിങ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് വെയർ ഹൗസ്. വിച്ച് വൺ യു ചൂസ് വിൽ ഡിപ്പെൻഡ് ഓൺ യുവർ ബിസിനസ് മോഡൽ ആൻഡ് സ്പെസിഫിക് ഗോൾസ്. നമ്മളൊരു വെയർ ഹൗസ് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് മോഡലും അതുപോലെ തന്നെ നമ്മുടെ ഗോൾസിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇനിയും അടുത്ത ചലഞ്ചാണ് ബാലൻസിങ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഡേറ്റ വെയർ ഹൗസിൽ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഈ ഡേറ്റ വെയർ ഹൗസിൽ അസസ് ചെയ്യുന്നത്. ഡേറ്റ അസസ് ചെയ്യാൻ വരുന്ന മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഡേറ്റ വെയർ ഹൗസിൽ സ്ട്രെസ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ എഫിഷ്യൻസി കുറയും. പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിലോട്ട് അസസ് ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ കൺട്രോളും സെക്യൂരിറ്റി മെഷേഴ്സും ഒക്കെ ബാലൻസ് ചെയ്ത് പോകണം. അപ്പം അതൊരു ചലഞ്ചാണ്. അതാണ് ബാലൻസിങ് റിസോഴ്സിൻ്റെ അത് പറയുന്നത്. അടുത്ത ചലഞ്ചാണ് ഡേറ്റ ഗവേണൻസ് ആൻഡ് മാസ്റ്റർ ഡേറ്റ. വൺ മിസ്റ്റേക്ക് ദാറ്റ് സം ബിസിനസ്സസ് മേക്ക് ഈസ് എ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡേറ്റ ഗവേണൻസ് ആൻഡ് മാസ്റ്റർ ഡേറ്റ. നമ്മൾ സാധാരണ ബിസിനസ്സിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്തത് ഡേറ്റയിലുള്ളതാണ്. ഡേറ്റയിലെ ഇൻഫർമേഷൻ മോണിറ്റർ ചെയ്യുന്നതിൻ്റെ അകത്താണ്. അപ്പോൾ
ഇൻഫർമേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് അസറ്റാണ്. ഇറ്റ് ഷുഡ് ബി ക്ലോസ്ലി മോണിറ്റേഡ്. അതുകൊണ്ട് ഡേറ്റ ഗവേണൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ചലഞ്ചാണ്. ഡേറ്റ ഗവേണൻസ് ആൻഡ് മാസ്റ്റർ ഡേറ്റ എന്നുള്ളത് ഡേറ്റ വെയർഹൗസ് അഭിമുഖീകരിക്കുന്ന ഒരു ചലഞ്ചാണ്. ഇനി അടുത്തതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഡേറ്റ വെയർഹൗസ് മസ്റ്റ് ബി കെയർഫുള്ളി ഡിസൈൻഡ് ടു മീറ്റ് ഓവറോൾ പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ്. എല്ലാ പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. അടുത്തതാണ് ഡിസൈനിങ് ദ ഡേറ്റ വെയർഹൗസ്. ഒരു ബിസിനസ് യൂസറും ടെക്നീഷ്യൻസും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ ഒരു ഡേറ്റ വെയർഹൗസ് നല്ലപോലെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ ഒരു യൂസർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് ഡെലിവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡിസൈനിങ് ദ ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡേറ്റ വെയർഹൗസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. സമ്മറിയായിട്ട് പറയാം: ഡേറ്റ ക്വാളിറ്റി, അണ്ടർസ്റ്റാൻഡിങ് അനലിറ്റിക്സ്, ക്വാളിറ്റി അഷ്വറൻസ്, data structuring and system optimization, choosing the right type of warehouse, balancing resources, data governance and master data performance. പിന്നെ ഒരു ഡേറ്റ വെയർഹൗസ് ബിൽഡ് ചെയ്യുന്നത് ഒരു കാറ് ബിൽഡ് ചെയ്യുന്നത് പോലെയാണ്. നമ്മളൊരു കാറ് ബിൽഡ് ചെയ്യുമ്പോൾ അത് ബിഗിനിങ് തൊട്ട് കെയർഫുള്ളി ഡിസൈൻ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്ന മാതിരി വേണം അത് ഡിസൈൻ ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ഒരു ഡേറ്റ വെയർഹൗസ് ബിൽഡ് ചെയ്യുന്നത്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നല്ലൊരു മോണിറ്ററിങ്ങും വേണം. അപ്പം നമുക്ക് പറയാം ഒരു ഡേറ്റ വെയർഹൗസ് ഈസ് സിമിലർ ടു ബിൽഡിങ് എ കാർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിച്ചത് ഡേറ്റ വെയർഹൗസ് ചലഞ്ചസ് ആണ്. അപ്പം അടുത്ത ദിവസം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ.